ഹലോ നമസ്കാരം. ഇൻസൈറ്റ് 360 എല്ലാവർക്കും സ്വാഗതം. ഇന്ന് NSP പ്രൈം മിനിസ്റ്റർ സ്കോളർഷിപ്പിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്താണ് NSP സ്കോളർഷിപ്പ്? ആർക്കൊക്കെയാണ് ഇതിന് എലിജിബിൾ ആയിട്ടുള്ളത്? ഈ ഒരു സ്കോളർഷിപ്പ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക? ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളിന്ന് പറയുന്നത്. NSP പ്രൈം മിനിസ്റ്റർ സ്കോളർഷിപ്പ് സ്കീം ഫോർ മിനിസ്ട്രി ഓഫ് റെയിൽവേ 2025-26 ആണ് ഈ ഒരു സ്കോളർഷിപ്പിൻ്റെ പേര്. രാജ്യസേവനത്തിൻ്റെ ഭാഗമായിട്ട് റെയിൽവേ സ്വത്തുക്കളുടെയും യാത്രക്കാരുടെയും സുരക്ഷതയ്ക്കായി പ്രവർത്തിക്കുന്ന റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്, റെയിൽവേ പ്രൊട്ടക്ഷൻ സ്പെഷ്യൽ ഫോഴ്സ് ഉദ്യോഗസ്ഥരുടെയോ ആദരസൂചകമായി കേന്ദ്ര റെയിൽവേ മന്ത്രാലയം നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രിയുടെ സ്കോളർഷിപ്പ് സ്കീം, അതായത് PMSS സ്കോളർഷിപ്പ് സ്കീം. ഗസറ്റഡ് ഓഫീസർ റാങ്കിൽ താഴെയുള്ള നിലവിലെ ജീവനക്കാരുടെയും മുൻ ജീവനക്കാരുടെയും മക്കൾക്ക് ഉന്നത സാങ്കേതിക പ്രൊഫഷണൽ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കാൻ ഈ സാമ്പത്തിക സഹായം ലക്ഷ്യമിടുന്നത്. നിങ്ങളുടെ വിദ്യാഭ്യാസ യാത്രയിലെ എല്ലാ എൻട്രൻസ് പരീക്ഷാ തയ്യാറെടുപ്പുകൾക്കും സ്കോളർഷിപ്പ് ആപ്ലിക്കേഷൻസുകൾക്കും അപേക്ഷ നടപടികൾക്കും കരിയർ ഗൈഡൻസിനും ഇത്തരത്തിലുള്ള എല്ലാ ന്യൂ അപ്ഡേഷൻസിനുമായിട്ട് നിങ്ങളുടെ സ്വന്തം ഇൻസൈറ്റ് 360 മൊബൈൽ ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. ഈ ഒരു പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ പദ്ധതി പ്രകാരം തിരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് പ്രതിമാസം സ്കോളർഷിപ്പ് തുക അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് കൈമാറും. അതായത് പുരുഷ വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ പ്രതിമാസം 2500 രൂപയാണ് സ്കോളർഷിപ്പ് ലഭിക്കുക. അങ്ങനെ പ്രതിവർഷം 30,000 രൂപ നമുക്ക് ലഭിക്കും. വനിതാ വിദ്യാർത്ഥികളാണെങ്കിൽ 3000 രൂപയാണ് പ്രതിമാസം നമുക്ക് ലഭിക്കുക. 36,000 രൂപ പ്രതിവർഷം ലഭിക്കും. ഇതിൻ്റെ പ്രധാന പ്രത്യേകതകൾ നോക്കാം. തിരഞ്ഞെടുക്കപ്പെടുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ അഭിനന്ദന കത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ വിതരണം, അതായത് ഡയറക്റ്റ് ബെനിഫിറ്റേഴ്സ് ട്രാൻസ്ഫർ വഴി പബ്ലിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് സിസ്റ്റം ഉപയോഗിച്ച് തുക നേരിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രധാന എലിജിബിലിറ്റി എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും താഴെ പറയുന്ന പ്രധാന നിബന്ധനകൾ പാലിച്ചിരിക്കണം. ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ശ്രദ്ധിക്കണം. കാരണം ആപ്ലിക്കേഷൻ സമയത്ത് പല കുട്ടികളും പല മിസ്റ്റേക്സുകൾ വരുത്താറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. രക്ഷാകർത്താക്കളുടെ യോഗ്യത എന്ന് പറഞ്ഞാൽ നിലവിൽ സർവീസിലുള്ളതോ വിരമിച്ചതോ ആയ RPFO അല്ലെങ്കിൽ RPSF ഉദ്യോഗസ്ഥരുടെയോ ഗസറ്റഡ് ഓഫീസർ റാങ്കിന് താഴെയുള്ള ആശ്രിതർ അല്ലെങ്കിൽ വിധവകൾ, അവർക്ക് ഈ ഒരു സ്കോളർഷിപ്പിന് യോഗ്യതയുണ്ട്. ദെൻ ആശ്രിതരെ ജീവനക്കാരുടെ മക്കള്, ചിൽഡ്രൻ, കുട്ടികൾ അല്ലെങ്കിൽ വിധവകൾ ആയിരിക്കണം. ഇനി വിദ്യാർത്ഥികളുടെ അക്കാദമിക് യോഗ്യത, പ്രവേശന യോഗ്യത എന്ന് പറയുന്നത് കോഴ്സിൽ പ്രവേശനം നേടാൻ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ യോഗ്യത പരീക്ഷയിൽ, അതായത് +2 അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ബിരുദം കുറഞ്ഞത് ഒരു 60% മാർക്ക് അവർ നേടിയിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ AICT, MCI, UGC, NCT തുടങ്ങിയ സർക്കാർ റെഗുലേറ്ററി ബോർഡുകളിൽ അംഗീകരിച്ച പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സുകളിൽ, ഉദാഹരണത്തിന് BTech അല്ലെങ്കിൽ BDS, MBBS, B.Ed, LLB, BCA, MCA, BPharm തുടങ്ങിയ പഠിക്കുന്നവർക്ക് ഈ ഒരു കോഴ്സുകൾ, ഈ ഒരു സ്കോളർഷിപ്പിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യും. 2025-2026 അധ്യയന വർഷത്തിൽ 1-ാം വർഷം റെഗുലർ പ്രവേശനം എടുത്തവരായിരിക്കണം ഈ ഒരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യേണ്ടത്. ഇനി മാസ്റ്റേഴ്സ് കോഴ്സുകൾ, സാധാരണയായിട്ട് മാസ്റ്റേഴ്സ് ഡിഗ്രി കോഴ്സുകൾ MA, MSc യോഗ്യത നേടുന്നില്ല. എന്നാൽ MBA, MCA എന്നീ കോഴ്സുകൾ ഇതിനകത്ത് ഇളവ് ലഭിക്കുന്നുണ്ട്. ദൂരപഠന കോഴ്സുകൾക്ക് അതായത് ഈ ഒരു സ്കോളർഷിപ്പ് ലഭ്യമല്ല. നോർമലി നമ്മുടെ ഇന്ത്യനകത്ത് പഠിക്കുന്ന സ്റ്റുഡൻസിനാണ് ഈ ഒരു സ്കോളർഷിപ്പ് എലിജിബിൾ ആയി വരുന്നുള്ളൂ. ഒരു കുടുംബത്തിൽ നിന്ന് പരമാവധി 2 കുട്ടികൾക്ക് മാത്രമേ ഈ ഒരു സ്കോളർഷിപ്പിനെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഓൾ ഇന്ത്യ സർവേ ഓൺ ഹയർ എഡ്യൂക്കേഷൻ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന സ്ഥാപനങ്ങൾ പഠിക്കുന്നവർ മാത്രമേ ഈ ഒരു സ്കോളർഷിപ്പിന് യോഗ്യത ഉണ്ടായിരിക്കുകയുള്ളൂ. ഇനി തെരഞ്ഞെടുപ്പിനുള്ള മുൻഗണനാ ക്രമം അപേക്ഷകരുടെ എല്ലാം ലഭ്യമായ സ്കോളർഷിപ്പുകളുടെ എണ്ണത്തേക്കാൾ കൂടുമ്പോൾ താഴെ പറയുന്ന മുൻഗണനാ ക്രമത്തിലായിരിക്കും ഈ ഒരു സ്കോളർഷിപ്പിലേക്ക് ഓരോ വ്യക്തികളെയും തിരഞ്ഞെടുക്കുന്നത്. പ്രഥമ വിഭാഗം എൻകൗണ്ടറിൽ മരണപ്പെട്ടവരുടെ മക്കൾ അല്ലെങ്കിൽ വിധവകൾ, അതായത് റെയിൽവേ സ്വത്ത്, യാത്രക്കാർ എന്നിവരെ സംരക്ഷിക്കുന്നതിനിടെ ഭീകരമായ കുറ്റവാളികളുടെയോ അല്ലെങ്കിൽ എൻകൗണ്ടേഴ്സുകളുടെയോ
ഇലക്ഷൻ ഡ്യൂട്ടിയിലോ മരണപ്പെടുന്നവർ, മുൻപുള്ള ഉദ്യോഗസ്ഥരുടെ ആശ്രിതർ, ഇവർക്ക് ഈ ഒരു സ്കോളർഷിപ്പിൽ ഫസ്റ്റ് പ്രയോറിറ്റി കിട്ടും. അതുപോലെ സർവീസിനിടെ മരണപ്പെട്ടവരുടെ മക്കൾ അല്ലെങ്കിൽ വിധവകൾ, സർവീസിലിരിക്കെ മരണപ്പെട്ട RPF അല്ലെങ്കിൽ RPSF ഉദ്യോഗസ്ഥരുടെ ആശ്രിതർക്ക് സെക്കൻഡ് ഇതിൽ പ്രയോറിറ്റി ഉണ്ടായിരിക്കും. ദെൻ തേർഡ് എന്ന് പറയുന്നത് മരിച്ചവരുടെ മക്കൾ, അതായത് മരിച്ച RPF അല്ലെങ്കിൽ RPSF ഉദ്യോഗസ്ഥരുടെ ആശ്രിതർക്കാണ് ഇതിൽ തേർഡ് പ്രയോറിറ്റി വരുന്നത്. ഫോർത്ത് പ്രയോറിറ്റി എന്ന് പറയുന്നത് നിലവിൽ സർവീസിലുള്ളവരുടെ മക്കൾ, അതായത് നിലവിൽ സർവീസിലുള്ള RPFO അല്ലെങ്കിൽ RPSF ഉദ്യോഗസ്ഥരുടെ ആശ്രിതർക്ക് ഇതിൽ പ്രയോറിറ്റി ഉണ്ടായിരിക്കും. അതുപോലെ ഇതിൻ്റെ അപേക്ഷാ പ്രക്രിയകളും രേഖകളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപേക്ഷിക്കാൻ നിങ്ങൾ ഇൻസൈറ്റ് 360 ആപ്പ് വഴി സിംഗിൾ ക്ലിക്കിൽ നിങ്ങൾക്കൊരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാം. ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് പുതിയൊരു രജിസ്ട്രേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യാം. അതിനകത്ത് ആധാർ, മൊബൈൽ നമ്പർ, OTP എന്നിവ ഉപയോഗിച്ച് നിങ്ങൾ ലോഗിൻ ചെയ്യണം. ദെൻ വൺ ടൈം രജിസ്ട്രേഷൻ ആണ്. ഈ പ്രക്രിയ പൂർത്തിയാക്കുമ്പോൾ ഫേസ് ഒതൻറ്റിക്കേഷൻ നടത്തുകയും അവർ ചെയ്യും. ദെൻ അപ്ലൈ ഫോർ സ്കോളർഷിപ്പ് ഓപ്ഷൻ തിരഞ്ഞെടുത്ത് മിനിസ്ട്രി ഓഫ് റെയിൽവേ സ്കീം തിരഞ്ഞെടുത്ത് ആവശ്യമായിട്ടുള്ള എല്ലാ വിവരങ്ങളും പൂരിപ്പിച്ച് രേഖകൾ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യണം. അവർ പറയുന്ന റിക്വയർമെൻറ്റ്സിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു അപേക്ഷ സമർപ്പിച്ചാൽ പിന്നീട് അതിൽ മാറ്റങ്ങളോ കറക്ഷൻസോ ഒന്നും വരുത്താനായിട്ടുള്ള ഒരു സാധ്യത നിങ്ങൾക്കില്ല. അപ്പോൾ ഒന്നിലധികം അപേക്ഷകൾ സമർപ്പിച്ചാൽ അത് അയോഗ്യതയായിട്ട് കണക്കാക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുമ്പോൾ നമ്മുടെ ഇൻസൈറ്റ് 360യുടെ മെൻറ്റേഴ്സുമായിട്ട് നിങ്ങൾ ഗൈഡ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ ആപ്ലിക്കേഷൻ മൂവ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കറക്ഷൻസ് ഇല്ലാതെ വളരെ കറക്റ്റായിട്ട് തന്നെ ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ഇതിനാവശ്യമായിട്ടുള്ള ഒരു പുതിയ അപേക്ഷകർക്ക് എന്തൊക്കെ രേഖകളാണ് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരിക? സർവീസ് സർട്ടിഫിക്കറ്റ്, അതായത് രക്ഷകർത്താവ് നിലവിൽ സർവീസിലുള്ളവരാണെങ്കിൽ അതാത് ഓഫീസിൽ നിന്നുള്ള സർവീസ് സർട്ടിഫിക്കറ്റ് അപേക്ഷകർ സബ്മിറ്റ് ചെയ്തിരിക്കണം. അതുപോലെ PPO ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ്, വിരമിച്ചവർക്കോ അല്ലെങ്കിൽ മരണപ്പെട്ടവർക്കോ കാറ്റഗറിയിലുള്ളവരാണെങ്കിൽ 1, 2, 3 കാറ്റഗറിയിലുള്ളവരാണെങ്കിൽ ഇത് നിർബന്ധമായിട്ടും സബ്മിറ്റ് ചെയ്തിരിക്കണം. അതുപോലെ മാർക്ക് ഷീറ്റ്, മിനിമം എൻട്രി ക്വാളിഫിക്കേഷൻ +2 ഡിപ്ലോമ അല്ലെങ്കിൽ ബിരുദം മാർക്ക് ഷീറ്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ബാങ്ക് അക്കൗണ്ട്, ആധാർ ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ നിങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ സ്കോളർഷിപ്പ് റിന്യൂവൽ, സ്കോളർഷിപ്പ് ലഭിച്ചവർക്ക് NSP പോർട്ടൽ വഴി അല്ലെങ്കിൽ നമ്മുടെ ഇൻസൈറ്റ് 360 ആപ്പ് വഴിയും നിങ്ങൾക്ക് ഒരു അപേക്ഷ ID ഉപയോഗിച്ച് സ്കോളർഷിപ്പ് പുതുക്കാം. ഇതിനായിട്ട് മുൻ വർഷത്തെ ക്ലാസ്സിലെ മാർക്ക് ഷീറ്റോ ഗ്രേഡോ കാർഡോ നിലവിൽ നിങ്ങൾ കോഴ്സിൽ തുടരുന്നു എന്നതിൻ്റെ കോളേജ് സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ദെൻ രാജ്യസുരക്ഷയിൽ അണിനിരുന്ന ഉദ്യോഗസ്ഥരുടെയും ആശ്രിതർക്കും ഗുണമേന്മയുള്ള ഒരു വിദ്യാഭ്യാസം നേടുന്നതിന് വലിയ പിന്തുണ നൽകുന്ന ഒരു പദ്ധതിയാണ് PMSS സ്കോളർഷിപ്പ്. പെൺകുട്ടികൾക്കും പുരുഷ വിദ്യാർത്ഥികളെക്കാൾ പ്രതിമാസം ഒരു 500 രൂപ കൂടുതൽ ലഭിക്കുന്നുണ്ട് ഇതിലൂടെ എന്നത് ഈ പദ്ധതിയുടെ ഒരു ശ്രദ്ധേയമായ സവിശേഷതയാണ്. 60% മാർക്ക് പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സുകൾ 1-ാം വർഷം പ്രവേശനം നേടിയിട്ടുണ്ടെങ്കിൽ NSP വഴി കൃത്യമായ സമയപരിധിക്കുള്ളിൽ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുകയാണെങ്കിൽ ഈ അവസരം ഉറപ്പിക്കാനുള്ള പ്രധാന വഴികളാണിത്. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഞങ്ങളുടെ സോഷ്യൽ മീഡിയ പേജ് വഴി നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഞങ്ങളെ ഫോളോ ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ ഇൻസൈറ്റ് 360 ആപ്പിൻ്റെ മെൻറ്റേഴ്സുമായിട്ട് ഡയറക്റ്റ് നിങ്ങൾക്ക് സംസാരിക്കാവുന്നതാണ്.